ഹലോ, സ്ക്വയറുകൾ കാണാനുള്ള ടിപ്പുകളായിട്ടുള്ള വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണിത്. അപ്പം ഇതിനകത്ത് 21 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറുകൾ ഓർത്തിരിക്കാനുള്ള ടിപ്പുകളാണ്. ഓക്കെ, ഈ ടിപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ഈ സ്ക്വയറുകൾ ഏതൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ 21ൻ്റെ സ്ക്വയർ, 12ൻ്റെ സ്ക്വയർ നമുക്കറിയാം 144. അപ്പോൾ ഈ 12നെ തിരിച്ചിട്ടല്ല 21. 21ൻ്റെ സ്ക്വയർ കിട്ടാൻ 441. 441. 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144. 12നെ തിരിച്ചിട്ടാലാണ് 21. അതുകൊണ്ട് തന്നെ 144 നമ്മളങ്ങ് തിരിച്ചിടും. അപ്പോൾ 441 കിട്ടും. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി 22ൻ്റെ സ്ക്വയർ, 2ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ എല്ലാം സ്ക്വയറുകളുടെ അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് 4 ആയിരിക്കും അല്ലേ. 2ൻ്റെ സ്ക്വയർ 4 ആണ്. അതുകൊണ്ട് തന്നെ 2ൽ അവസാനിക്കുന്ന ഏത് സംഖ്യകളും അതിൻ്റെ സ്ക്വയർ എടുത്താലും അവസാനിക്കുന്നത് 4ൽ തന്നെയാണ്. എങ്കിൽ ഇത് വെറും 4 അല്ല, 84. ഓക്കെ, അത് ഓർത്തിരിക്കുക. 84 ഇത് അവസാനിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ 2 അല്ലേ, 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്. അതുകൊണ്ട് തന്നെ 484. വെറും 4 അവസാനിക്കുന്നത്, 84 അവസാനിക്കുന്നത്. പിന്നെ 22ൻ്റെയാണ് 2 ആണ്. അതുകൊണ്ട് തന്നെ 4. 2ൻ്റെ സ്ക്വയർ 4. ഓക്കെ, ഇനി 23ൻ്റെ സ്ക്വയർ. 23ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 3ൻ്റെ സ്ക്വയർ അല്ലേ. 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ 23ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അവസാനിക്കുന്നത് 9-ലായിരിക്കും. അത് വെറും 9 അല്ല, 29 ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. പിന്നെ ഇത് 2 ആണ്. പക്ഷേ ഇവിടെ വരുമ്പം 2ൻ്റെ സ്ക്വയർ 4 ആണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇത് 5 ആവും. ഓക്കെ, ഇനി 24ൻ്റെ സ്ക്വയർ. 4ൻ്റെ സ്ക്വയറുകൾ അവസാനിക്കുന്നത് 16 ആണ്. അതുകൊണ്ട് തന്നെ 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. അതുകൊണ്ട് തന്നെ 24ൻ്റെ സ്ക്വയർ, 4ൽ അവസാനിക്കുന്ന സംഖ്യയുള്ള സ്ക്വയർ എന്ന് പറയുന്നത് അവസാനിക്കുന്നത് 6-ലായിരിക്കും. അത് വെറും 6 അല്ല, 76 ആണ്. 576 ആണ്. ഓക്കെ, ഇനി 25ൻ്റെ സ്ക്വയർ. 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായാലും കാണാൻ നമുക്കറിയാം. 5ൽ അവസാനിക്കുന്ന സംഖ്യയുള്ള സ്ക്വയർ കാണുന്നത് എങ്ങനെ, 25 അവസാനം എന്തായാലും വരും. പിന്നെ ഇവിടെ ആദ്യത്തെ സംഖ്യ എഴുതാൻ വേണ്ടി 2 × 2 + 1 അതെത്രയാണ്, 2 × 3, അതായത് 625. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി 26ൻ്റെ സ്ക്വയർ. 6ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയറുകൾ അവസാനിക്കുന്നത് ഏത് സംഖ്യയിലായിരിക്കും? 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. അതുകൊണ്ട് തന്നെ 6ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയറുകൾ അവസാനിക്കുന്നത് 6-ലായിരിക്കും. ഓക്കെ, പക്ഷേ അത് വെറും 6 അല്ല, 76 ആണ്. കണ്ടോ, ഇവിടെ 6ൽ അവസാനിക്കുന്നതിൽ 76-ലാണ് അവസാനിക്കുന്നത്. വെറും 6-ലല്ല, 76-ൽ. ഇവിടെയും 76-ലാണ്. പക്ഷേ ഇവിടെ 576 ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ 676 ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി 27ൻ്റെ സ്ക്വയർ. 7ൽ അവസാനിക്കുന്ന സംഖ്യകളൊക്കെ അതിൻ്റെയൊക്കെ സ്ക്വയറുകൾ 9-ലായിരിക്കും അവസാനിക്കുന്നത്. അതായത് 7ൻ്റെ സ്ക്വയർ 49 ആണ്. അതുകൊണ്ട് തന്നെ 7ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയറൊക്കെ എന്ന് പറഞ്ഞാലും അത് 9-ലാണ് അവസാനിക്കുന്നത്. അത് ഓർത്തിരിക്കുക. പക്ഷേ വെറും 9 അല്ല, 29. 29 വേറൊരുത്തുണ്ട്. ഏതാ, 23ൻ്റെ സ്ക്വയർ 29-ലാണ് അവസാനിക്കുന്നത്. ഇത് പക്ഷേ 529 ആണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ 729 ആണ്. ഓക്കെ, ഇനി 28ൻ്റെ സ്ക്വയർ. 8ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്. അതുകൊണ്ട് തന്നെ 8ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നത് 4-ലായിരിക്കും. പക്ഷേ അത് വെറും 4 അല്ല, 84 ആണ്. ഇവിടെയും അതേപോലെ തന്നെയായിരുന്നു. ഇവിടെയും വെറും 4 അല്ലായിരുന്നു, 84 ആയിരുന്നു. പക്ഷേ ഇവിടെ 484 ആയിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ 784 ആണ്. ഓക്കെ, 29ൻ്റെ സ്ക്വയർ. 9ൽ അവസാനിക്കുന്ന സ്ക്വയറുകളൊക്കെ, 9ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയറൊക്കെ അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ 1-ലായിരിക്കും. അതായത് 9ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്. അതുകൊണ്ട് തന്നെ 9ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ അവസാനിക്കുന്നത് 1-ലായിരിക്കും. പക്ഷേ വെറും 1 അല്ല, 41 ആണ്. ഓക്കെ, ഇനി അതെത്ര, ഇവിടെ 441 ആയിരുന്നു. ഇവിടെ പക്ഷേ 841 ആണ്. ഇനി 30ൻ്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം, 900. കണ്ടോ, ഇവിടെ ഈ പറയുന്ന സംഖ്യകളുമായിട്ട് തമ്മിൽ ബന്ധമുണ്ട്. അതായത് 21ൻ്റെ സ്ക്വയറും 29ൻ്റെ സ്ക്വയറും 41-ലാണ് അവസാനിക്കുന്നത്. പക്ഷേ 29ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 841, 21ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 441 ആണ്. 21ഉം 29ഉം തമ്മിലുള്ള ബന്ധം എന്താ? ഇവിടെ ഒന്നും ഈ യൂണിറ്റ് പ്ലേസിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 10 കിട്ടും. 1ഉം 9. അതേപോലെ തന്നെയുള്ളതാണ് 22ൻ്റെ സ്ക്വയറും 28ൻ്റെ സ്ക്വയറും അല്ലേ. 2ഉം 8ഉം കൂട്ടിയാൽ 10 കിട്ടും. അത് അവസാനിക്കുന്ന സ്ക്വയറുകൾ അവസാനിക്കുന്നത് 84-ലാണ്. കണ്ടോ, ഇനി 23ൻ്റെ സ്ക്വയർ. 3ഉം 7ഉം 10 കിട്ടും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ക്വയറുകൾ അവസാനിക്കുന്നത് 29-ലാണ്. കണ്ടോ, 24ൻ്റെ സ്ക്വയറും 26ൻ്റെ സ്ക്വയറും, 4ഉം 6ഉം 10 അവസാനിക്കുന്നത് 76-ലാണ്. ഓക്കെ, പിന്നെ 625 ഇതൊക്കെ ഫെമിലിയർ ആയിരിക്കും എല്ലാവർക്കും. ചെയ്ത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയ സ്ക്വയറുകളാണ് 25ൻ്റെ സ്ക്വയറൊക്കെ. 30ൻ്റെ സ്ക്വയറും ഓർക്കാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട. 3ൻ്റെ സ്ക്വയർ 9 ആണ്. അതുകൊണ്ട് തന്നെ 30ൻ്റെ സ്ക്വയർ 900 ആണ്.
ഓക്കെ, 12ൻ്റെ സ്ക്വയർ ഓർക്കാനുള്ള രീതി പറഞ്ഞു തന്നു. സോറി, 21ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441. 12ൻ്റെ സ്ക്വയർ 144 നേരെ തിരിച്ചിട്ടാൽ മതി. ഓക്കെ, അങ്ങനെ തന്നെയാണ്. ഇനി 400 തുടങ്ങുന്ന 2 സ്ക്വയറുകളുണ്ട്, 500 തുടങ്ങുന്ന 2 സ്ക്വയറുകളുണ്ട്, 600 തുടങ്ങുന്ന 2 സ്ക്വയറുകളുണ്ട്, 700 തുടങ്ങുന്ന 2 ഉണ്ട്. പക്ഷേ 800 തുടങ്ങുന്ന ഒരെണ്ണമേ ഉള്ളൂ, 900 തുടങ്ങുന്ന ഒരെണ്ണമേ ഉള്ളൂ. 21നും 30നും ഇടയ്ക്ക്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.